ഒരു അടിപൊളി ഇന്റർവ്യൂ നോൺ സ്റ്റോപ്പ് ആയിരുന്നു. നല്ല കിട്ടില്ല ഫാമിലി ആയിരുന്നു. വയറും മനസ്സൊക്കെ നടന്നിരിക്കുകയായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ ഇതിൽ കാണാൻ പോകുന്ന ആന്റിയുടെ ചിരി. ആരും ചിരിച്ചേ ഞാൻ ഇത്ര നേരം പിടിച്ചു വെച്ചോണ്ടിരിക്കണായിരുന്നു. ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. എന്താ പറയാനുള്ളത്? എന്ത് അതല്ല ഇപ്പൊ എന്താ തോന്നണ? സോ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും. ഒന്നും അറിയിട്ടില്ല കേട്ടോ, കിടന്നുറങ്ങുന്നത്. കഴിഞ്ഞോ? നമുക്കൊന്നും ചെയ്യണം, നമ്മൾ ജസ്റ്റ് മുടി ഇങ്ങനെ അഴിച്ചിങ്ങനെ ഇടുക. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് അതന്നെ, എനിക്ക് ആകപ്പാട് പിന്നെ അച്ഛൻ ഭയങ്കര ഹെയർ സ്റ്റൈലൊക്കെ ഉണ്ട്. ഇങ്ങനെ കുത്തണല്ല ഇങ്ങനെ കൺഫ്യൂഷൻ. അപ്പൊ ഗൈസ് എങ്ങനെയാന്ന് നോക്കാം. ഫസ്റ്റ് ഇതല്ലേ, അപ്പൊ നമ്മള് അപ്പം റെഡിയായി. എല്ലാരും ഒരേ കളർ, ഒരു ബ്ലൂ. നീ സബുനെ റെഡിയാക്കണം. ജാങ്കോ സ്പേസിന്റെ ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ഇല്ലല്ലേ, ഇന്റർവ്യൂ. ഇവിടെ എന്തെങ്കിലും ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുന്നേ ഇല്ല, ഇപ്പൊ നന്നായിട്ടിരിക്കണം. ഇന്ന് ഇതിന്ന് അനങ്ങിയാലേ കുഴപ്പമുള്ളൂ. നിങ്ങ പറ. നീ കെട്ടാൻ നിന്നിട്ടാണ് അവളിങ്ങനെ കാണിക്കണത്. അപ്പൊ നിന്നെ നിന്നോണോണില്ല. ഇതെന്താടെ യൂണിഫോമാ? രമേശിന്റെ ഇടയിൽ നിന്നാ മരിച്ചേ. പറഞ്ഞില്ല തെണ്ടി. ഞങ്ങളോട് ഗൈസ്, അപ്പൊ അവര് എത്തിന്നാണ് പറഞ്ഞത്. അപ്പൊ അവരെ കൂട്ടാൻ പോയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അവര് വന്നിട്ട് നമുക്ക് കാണാം. ഇസബുവിന്റെ ഒരു ഇതുണ്ടാവും. ആരും ഇങ്ങോട്ടും അപ്പം ഓടിക്കും എല്ലാത്തിനും. അപ്പൊ നമുക്ക് അവിടെ വരുമ്പോ ഇസബുവിന്റെ ഇത് പിന്നെ കയ്യിലിരുന്നാ കുഴപ്പമില്ല. അവള് കൊടുത്തിരുന്നപ്പോ തുടങ്ങി എവിടെയോ പോകാനുണ്ടെന്നുള്ള വീട്ടിൽ കിടക്കണേ, വെയിറ്റ് ചെയ്തിരിക്കണേ. അവന് ബോയൊക്കെ വെച്ച് കൊടുത്ത് ഇവള് ഒരു ഒറ്റ കൊടയിൽ ഇത് മുഴുക്കെ കൊണ്ട് കളയും. മനസ്സിലായി. അതെ, ഷൂട്ടാണ്. ഞങ്ങള് വീഡിയോ എടുക്കുമ്പോഴാണ് തലണി എടുത്ത് തലണിമേക്ക് കളിക്കണം തോന്നും. അപ്പൊ ഗൈസ് ഇന്റർവ്യൂ കഴിഞ്ഞു. ഒരു അടിപൊളി ഇന്റർവ്യൂ. നോൺ സ്റ്റോപ്പ് ആയിരുന്നു. ഇതാണ് നമ്മുടെ ആങ്കർ ശ്രീനാഥ്. നല്ല അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു. നല്ല കിട്ടില്ല ഫാമിലി ആയിരുന്നു. വയറും മനസ്സൊക്കെ നടന്നിരിക്കുകയായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. എന്താണ് ഇവിടെ? ഇവിടെ എന്താ? പായസം. ഫോട്ടോ എടുക്കാനാണ്. നോട്ടിട്ട് ഒന്നും ശില്പത്തിനെ പോലെ അപ്പൊ ഗൈസ് അവരങ്ങനെ പോയി. ഇനിയാണ് ഇവിടെ ഒരു അംഗം തുടങ്ങുന്നത്. ഇപ്പൊ എല്ലാരും കണ്ടത് ഇന്റർവ്യൂ നടന്ന സംഭവങ്ങൾ, ഇനി വീട്ടിൽ നടക്കാൻ പോണ സംഭവങ്ങൾ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി, നല്ല രസമായിരുന്നു. ആങ്കറിങ് ഇങ്ങനെ മിംഗ്ലിംഗ് ആയിരുന്നു. അതാണ് കുഴപ്പമില്ല. നമുക്ക് ടെൻഷനായിരുന്നു. എന്ത് അമ്മക്ക് എനിക്ക് ടെൻഷനായിരുന്നു, സത്യം പറയാം. പക്ഷെ പുള്ളിയും ഭയങ്കര മിംഗ്ലിംഗ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സാധാരണ അച്ഛന് ഇവിടെ പറയാറുണ്ട്. കൊണ്ടുപോയിട്ടൊരു പാട്ട് പറഞ്ഞു. കൊണ്ട് വേറെ പാട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്റെ മൈൻഡിൽ ഈ പാട്ടാ വന്നത്. ഇവളൊന്നും പറയുന്നുണ്ടായിരുന്നു.
ഈ കോളേജില് പിള്ളേരെന്താ പറയാ ഞാൻ ഫോണ് ഇന്റർവ്യൂ ഞാൻ എനിക്കെന്താ അതെ ആരും വിളിക്കുന്നുണ്ടല്ലോ. ആ ഇനി ഇസേജിക്ക് എന്താ പറയാനുള്ളത്? ഇസേജിക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ ചേച്ചി? ഹായ്. നീ പറ എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോർമൽ പാട്ട് നിങ്ങൾ നല്ല നീ എന്നിട്ട് ലാസ്റ്റ് കൊണ്ട് പെടുത്തിയല്ലോടി പാട്ടെന്താ സ്പോട്ടില് പാട്ട് മാത്രം പാട്ട് വേറെ ആഗ്രഹം. ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞു ഇന്റർവ്യൂവിൽ എല്ലാം വരും. അപ്പൊ എല്ലാരും കണ്ടോളി. നമ്മളതിൽ കുറച്ച് ആഗ്രഹങ്ങൾ ഞാനിതൊരു എക്സ്പീരിയൻസ് ആണ്. ചിരിയുണ്ടായിരുന്നു കേട്ടോ. അതായിരിക്കും എന്റെ പാസ് കൊണ്ട് ഞാൻ എടുത്തില്ല, ഞാൻ സൂക്ഷിച്ചൊക്കെ ചിരിച്ചത്. അമ്മ പ്രാക്ടീസ് ചെയ്യണെന്ന് ഇവിടെ മറ്റേ കണ്ണാടി ഇച്ചപ്പൂ എന്താണ് ചുബുലെന്താ വേണ്ടത്? കാണിക്കണം. ഉറങ്ങടി പോയി ഞങ്ങള് വീഡിയോ അപ്പൊ തിരക്കിലാണ് ആദ്യമേ വന്നപ്പോ ചോദിച്ചു ഞാൻ ഇത്ര നേരം പിടിച്ചത് ചിരിപ്പഴം. പുള്ളി എന്നെ അങ്ങനെ ചിരിപ്പിക്കാൻ നോക്കി, ഞാൻ കൺട്രോൾ കൺട്രോൾ ഗായ്സ്. അങ്ങനെ നമ്മുടെ ഇന്റർവ്യൂ റെഡിയായി. വേഗടക്കണേ. തലയിൽ കെട്ടിയാൽ പിന്നെ അമ്മ വരൂ ഇരിക്കൂ. ഇഷമോൾക്ക് കാണണ്ടേ ഇന്റർവ്യൂ? ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. സിനിമ നമ്മള് പ്രതീക്ഷിച്ച് ഭയങ്കര അലമ്പായിട്ടായിരിക്കും മറ്റാണ്, പക്ഷെ വലിയ കുഴപ്പമുണ്ടായില്ല. ഭാഗ്യം എന്റെ ഇതാണ് പാട്ട്. അതില് എന്റെ ഒരു ഇതുണ്ടായി, പക്ഷെ അതിപ്പോ കുഴപ്പമില്ല. അപ്പച്ചും നല്ല സേഫ് സോണായിരുന്നു. നമ്മളെ അപ്പൊ ഗൈസ് ഞങ്ങൾ കുറച്ച് ചിരിച്ച്. നിങ്ങൾക്ക് ചിരിയോന്ന് അറിയില്ല. നിങ്ങളപ്പ ഇന്റർവ്യൂ കണ്ടോക്ക്. നമ്മള് ലിങ്ക് നമ്മുടെ പോസ്റ്റിലിട്ടേക്കാം. അപ്പൊ ഒരാളിപ്പോ ഇവിടെ കിടന്ന് ഉറക്കോയി. അറിയാലോ. ഈ താരം വല്ലതും അറിയണുണ്ടോ? അടങ്ങിയിരുന്നു പാവം. നമ്മുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. ഇനിയും പല പല ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? ഇവള് കൊടുക്കാന്ന് ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂസ് ചെയ്യണം അല്ലേ? നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് തുടങ്ങിയിരിക്കണം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യണം. ഇനി ഞാൻ ഒറ്റക്ക് പോയിട്ട് ഇനി വേറെ കുറെ സംഭവങ്ങളൊക്കെ ഇറക്കാനുണ്ട്. അതൊക്കെ വലിയ വരും. എല്ലാരും വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.